നമുക്ക് ഈ തന്നിരിക്കുന്ന മോഡലിൽ അഡോബ് പേജ് മേക്കറിൽ വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ന്യൂ പേജ് ഓപ്പൺ ചെയ്യുക. ടൂൾ ബോക്സ് ഒന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ഈ മെനു ബാറിൽ വിൻഡോസ് മെനുവിൽ പോയിട്ട് ഷോ ടൂൾസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ടൂൾ ബോക്സ് കിട്ടിയിട്ടുണ്ട്. വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യാം. റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തു, ദെൻ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് നേരത്തെ സെറ്റിങ്സ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ കിട്ടിയാലും നമുക്കത് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഫില്ല് ചെയ്തിരിക്കുന്ന കളർ നമുക്ക് മാറ്റണം. കളർ ഡയലോഗ് ബോക്സ് കിട്ടാനുണ്ട്. അപ്പോൾ Ctrl+J ക്ലിക്ക് ചെയ്താൽ കളർ ഡയലോഗ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. സ്റ്റൈൽസ് ആൻഡ് കളർ. അതിൽ നമുക്ക് ഇവിടെ ഫിൽ ഓപ്ഷൻ എടുക്കാം. അത് വൈറ്റ് കൊടുക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് സെലക്റ്റഡ് ആണ്. അതാണ് ഇങ്ങനെ നമുക്ക് ഈ ഡോട്ട്സ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്ട്രോക്ക്, ഇവിടെ ഒരു സ്ട്രോക്ക് ഉണ്ട്, ലൈൻ ഉണ്ടായിരുന്നല്ലോ, അതിന് കളർ കൊടുക്കാം. അതിവിടെ ക്ലിക്ക് ചെയ്യാം. ബ്ലാക്ക്. ഇപ്പോൾ ബ്ലാക്ക് കളർ വന്നു. ഈ സ്ട്രോക്കിൻ്റെ സ്റ്റൈൽ മാറ്റാം. അതിന് വേണ്ടിയിട്ട് എലമെൻറ്റ് മെനുവിൽ നിന്ന് സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. ഇതിൻ്റെ കളർ മാറ്റാം. അതിനുവേണ്ടി എപ്പോഴും സെലക്റ്റഡ് ആയിരിക്കണം. ഇപ്പോൾ സെലക്ട് ആയിട്ടില്ല എങ്കിൽ ആരോ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഈ ഡോട്ട്സ് ഉള്ളപ്പോഴാണ് അത് സെലക്റ്റഡ് ആവുന്നത്. ദെൻ വീണ്ടും സ്ട്രോക്ക് കളർ മാറ്റാനായിട്ട് ഇവിടെ കളർ ഡയലോഗ് ബോക്സിൽ ലൈൻസിൻ്റെ കളർ സെലക്ട് ചെയ്യാം. റെഡ് സെലക്ട് ചെയ്തു. ഈ വിസിറ്റിംഗ് കാർഡിന് ഒരു അളവുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് Ctrl' കൊടുക്കാം. കൺട്രോൾ പാലറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഈ കൺട്രോൾ പാലറ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ കൺട്രോൾ പാലറ്റ് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഇഞ്ചസിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പം മില്ലിമീറ്ററിലാണ് നിങ്ങൾക്ക് അളവ് കൊടുക്കാൻ താല്പര്യമെങ്കിൽ നമ്മൾ സ്കെയിലിൽ കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മില്ലിമീറ്റർ എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഇവിടെയും റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മില്ലിമീറ്റർ എന്നുള്ള ഓപ്ഷൻ കിട്ടും. നമുക്കിപ്പോൾ ഇഞ്ചസ് തന്നെ മതി. വിഡ്ത്ത് നമുക്ക് 3.5 ആണ്. വിസിറ്റിംഗ് കാർഡിൻ്റെ വിഡ്ത്ത് 3.5ഉം ഹൈറ്റ് 2 ഇഞ്ചസുമാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ദെൻ എൻ്റർ പ്രസ് ചെയ്യാം. ഓക്കെ, സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സൂം എന്നുള്ള ഓപ്ഷൻ എടുക്കാം. സൂം ആയിട്ടുണ്ട്. ആ വിസിറ്റിംഗ് കാർഡിൻ്റെ മാതൃകയിൽ കാണുന്ന പോലെയുള്ള സ്റ്റാർ ക്രിയേറ്റ് ചെയ്യാം. നോക്കാം. പോളിഗൺ ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോളിഗൺ സെറ്റിംഗ്സ് എന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഈ സ്റ്റാർസിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കും. നമ്പർ ഓഫ് സൈഡ്സ് കുറവാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈൻസ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ 8 എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഏത് വേണം എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇവിടെ വരച്ചു നോക്കാം. ഇവിടെ വരച്ചു. ഇത് നേരത്തെ സെറ്റ് ചെയ്ത ഒരു മോഡൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ കളറൊന്നും മാറ്റാം. ഫിൽ കളർ മാറ്റാം. ഇത് മജന്ത കൊടുക്കാം. മജന്ത കൊടുത്തു. ഇതിൻ്റെ സ്ട്രോക്ക് സ്റ്റൈൽ മാറ്റാം. സ്ട്രോക്ക് സ്റ്റൈൽ മാറ്റാം. എലമെൻറ്റ് മെനുവിൽ നിന്നും സ്ട്രോക്ക് എടുത്തിട്ട് സ്ട്രോക്ക് സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട്. ഇതിനെ സ്ക്യൂ ചെയ്യാം. കൺട്രോൾ പാലറ്റിൽ സ്ക്യൂ ഓപ്ഷനിൽ നമുക്കിവിടെ അളവ് ടൈപ്പ് ചെയ്ത് നോക്കാം. 15 എന്ന് കൊടുത്തു. ദെൻ എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്ക്യൂ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ സ്ക്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് അളവ് ഒന്നുകൂടെ മാറ്റി കൊടുക്കാം. 20 എന്ന് കൊടുത്ത് നോക്കാം. എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. അതെങ്ങനെയാണ്? ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ്. ഇപ്പോൾ ഇത്രയും ഈ ടെക്സ്റ്റ് ബോക്സ് എടുക്കുമ്പോൾ ഇപ്പോൾ ഇത്രയുമാണ് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് എടുത്തതെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മാറ്റർ ഇതിനകത്ത് നിൽക്കും. ഇത്രയുമാണെങ്കിൽ അങ്ങനെ. ദെൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുന്നത്. അതിനുള്ളിൽ തന്നെ നിൽക്കും.
ഓക്കെ, ഇപ്പോൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കഴ്സർ വലിയതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വലിയ ടെക്സ്റ്റ് ആയിരിക്കും വരുന്നത്. വലിയ ടെക്സ്റ്റാണ്. നമുക്ക് വലിയ ടെക്സ്റ്റ് വേണ്ട. ടെക്സ്റ്റിൻ്റെ സൈസ് കുറയ്ക്കാം. അതിന് കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. കഴ്സറിൻ്റെ വലുപ്പം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ചെറിയതായി. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ സിമ്പിൾ കൊടുത്താൽ മതിയാകും എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ആരോ ടൂൾ. ഓക്കെ, ഇത്രയും വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഈ ഡോട്ട് ഡ്രാഗ് ചെയ്താൽ ഇത് ഇത്രയാവും. ദെൻ സ്പേസ് കുറയ്ക്കണമെങ്കിൽ ഇത്രയാവും. ബാക്കി ലെറ്റേഴ്സ് കാണുന്നില്ല എങ്കിൽ ഈ ഇങ്ങോട്ട് എടുത്താൽ മതിയാവും. ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാം. അപ്പോൾ സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ കളർ ഉണ്ട്, വൈറ്റ് കൊടുക്കാം. വൈറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കാണുന്നില്ല. കാര്യം ഓൾറെഡി അവിടെ വൈറ്റ് ആയതുകൊണ്ടാണ് അത് കിട്ടാത്തത്. നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ദെൻ അപ്പോൾ ഈ 50% എന്നുള്ള അതിൻ്റെ സ്പേസ് കറക്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ മൊത്തം സെലക്ട് ആയിട്ടില്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അടുത്തത് സെലക്ട് ചെയ്യാം. അപ്പോൾ ദെൻ കൺട്രോൾ G ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രൂപ്പ് ചെയ്താലുള്ള ഗുണം നമുക്ക് ഇനി ഇത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ പ്ലേസ് ചെയ്തു. എലിപ്സ് ടൂൾ എടുക്കാം. ഓക്കെ, കൺട്രോൾ J യെല്ലോ കൊടുക്കാം. യെല്ലോ. ദെൻ സ്ട്രോക്ക് കളർ എവിടെയാണ്? സ്ട്രോക്ക് കളർ ബ്ലൂ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് കൊടുക്കണം. ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ടൂൾ എടുത്ത് ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാം. ടൈപ്പ് ചെയ്തു. VKM സിൽക്സ് ആൻഡ് സാരീസ് എന്ന് ടൈപ്പ് ചെയ്തു. ഇത് എത്രത്തോളം ഉണ്ട് എന്ന് കാണാൻ ആരോ ടൂൾ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ വരെ ഉണ്ട്. നമുക്കിപ്പോൾ ഇത് ചെറുതാക്കാം. ഓക്കെ, ദെൻ ഇത് പ്ലേസ് ചെയ്യാം. സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്യാം. വീണ്ടും ഇത് ബോൾഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് സെലക്ട് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് B എന്ന് കൊടുക്കാം. ഇനി ഈ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്തിട്ട് T ടൂൾ എടുത്ത് സെലക്ട് ചെയ്തിട്ട് ബ്ലൂ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി സ്ട്രോക്കിൻ്റെ സ്റ്റൈല് മാറ്റണമെങ്കിൽ വീണ്ടും ആരോ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. എലമെന്റ് മെനുവിൽ നിന്നും സ്ട്രോക്ക് സെക്ഷൻ എടുത്തിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ട്രോക്കിൻ്റെ സ്റ്റൈല് മാറിയിട്ടുണ്ട്. റെക്റ്റാങ്കിൾ ബോക്സ് വരയ്ക്കാനുണ്ട്. റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത് നമുക്കറിയാം എങ്ങനെ മാറ്റണം എന്നുള്ളത്. ഇവിടെ വൈറ്റ് കളർ കൊടുക്കുക. ഫിൽ കളറിൻ്റെ അവിടെ വൈറ്റ് കളർ. ദെൻ സ്ട്രോക്സിൻ്റെ കളർ മാറ്റുന്നതിന് വേണ്ടിയിട്ട് സ്ട്രോക്ക് സ്റ്റൈൽ മാറ്റുന്നതിന് എലമെന്റ് മെനുവിൽ നിന്ന് സ്ട്രോക്ക് സെലക്ട് ചെയ്യുക. ദെൻ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് നമുക്ക് സ്ക്യൂ ചെയ്യാം. സ്ക്യൂ ചെയ്യാൻ ആരോ ടൂൾ ക്ലിക്ക് ചെയ്യുക. ദെൻ സെലക്ട്. വീണ്ടും അപ്പോൾ ഇവിടെ കൺട്രോൾ പാലറ്റിൽ സ്ക്യൂ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ 15 എൻ്റർ ചെയ്യാം. ദെൻ എൻ്റർ കീ. ഓക്കെ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ടൈപ്പ് ചെയ്യണം. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തു. ദെൻ ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് വരച്ചിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ കഴ്സർ വലിയ ലെറ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ നമുക്കത് ചെറിയ ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ സിമ്പിൾ ഉപയോഗിക്കാം. ദെൻ ടൈപ്പ് ചെയ്യാം. സെലക്ട് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് B കൊടുക്കാം. ദെൻ കളർ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്തു. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അഡ്രസ് ടൈപ്പ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് ടൂൾ വെച്ച് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫസ്റ്റ് ലൈൻ ഇൻഡെൻറ്റ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഇൻഡെൻറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും
ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാം. ഇവിടുന്ന് ഇവിടെ തന്നെ വരയ്ക്കാം. ദെൻ കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ സിമ്പൽ ഫോൺ നമ്പർ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാം. ദെൻ ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് കൊടുക്കുക. ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് കൊടുത്തു. ദെൻ ഇനി മെയിൽ ID കൊടുക്കാം. ഒരു ടെക്സ്റ്റ് ബോക്സ് ഡ്രാഗ് ചെയ്യുക. മെയിലിൽ നിന്ന് ടൈപ്പ് ചെയ്തു. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ താഴേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് അതൊന്ന് കാണാം. ടെക്സ്റ്റ് ബോക്സ് എത്രയും കൂടെ വലുതാക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ കിട്ടും. ഇങ്ങോട്ട് വെക്കാം. ബോൾഡ് ആക്കണമെങ്കിൽ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. കൺട്രോൾ ഷിഫ്റ്റ് B കൊടുത്തു. ദെൻ കളർ കൊടുക്കാം. റെഡ് കൊടുത്തു. ദെൻ ഇവിടെ അതുപോലെ തന്നെ സെലക്ട് ചെയ്തു. കളർ കൊടുക്കാം. ബ്ലൂ കളർ കൊടുത്തു. ദെൻ സെലക്ട് ചെയ്തു. കളർ കൊടുക്കാം. ബ്ലൂ കളർ കൊടുത്തു. ഇത് ബോൾഡ് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് B. ഇങ്ങനെയാണ് വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് മൂവ് ചെയ്യുമ്പോൾ അത് വ്യത്യാസം വരും. അപ്പോൾ മൊത്തം സെലക്ട് ചെയ്യാം. മൊത്തം സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ കൺട്രോൾ G ഗ്രൂപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. സെലക്ട് ചെയ്തിട്ട് ആൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെയുള്ള സെയിം കോപ്പീസ് കിട്ടുന്നതാണ്. ഓക്കെ.